ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ ഒന്ന് ഷെയ്ക്ക് ചെയ്ത ഉടനെ നിങ്ങൾക്ക് കാണാം അതിവേഗത്തിൽ എൻ്റെ ഫോണിലെ ക്യാമറ ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ അതിവേഗത്തിൽ ഫ്ലാഷ് ലൈറ്റ് ഓണായി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇനി എനിക്ക് ഈ ഫ്ലാഷ് ലൈറ്റ് ഓഫ് ചെയ്യണമെങ്കിലും ഞാൻ ജസ്റ്റ് ഇതുപോലെ ചെയ്താൽ മതി, അപ്പോഴേക്കും എനിക്ക് ഫ്ലാഷ് ലൈറ്റ് ഓഫായി കിട്ടും. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ പേ വേണോ, അല്ല മറ്റേ ആപ്ലിക്കേഷൻ വേണോ, അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും സെറ്റിങ്സ് വേണോ, എന്തും ഒന്ന് ഷെയ്ക്ക് ചെയ്യുമ്പോൾ തന്നെ ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഇതിനായിട്ട് നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായി ഈ വീഡിയോയുടെ ഇതുപോലെയുള്ള ക്യാപ്ഷന് താഴെ മോർ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ലഭിക്കും. ഇനി ഒരുപക്ഷെ ഇവിടുത്തെ തന്നെ ലിങ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ അതിന് താഴെ ഒരു മോർ എന്ന ബട്ടൺ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ബ്ലൂ നിറത്തിലെ ആപ്പ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് കാണാം. ഇതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ഓണായി കിട്ടും. ആ വെബ്സൈറ്റിൻ്റെ പേജ് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങളുടെ ബാറ്ററി സെറ്റിംഗ്സിനകത്താണ് പോകുക. ഈ സെറ്റിംഗ്സ് ഓരോ ഫോണിലും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോണിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഇവിടെ എനിക്ക് നോ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്ന ആദ്യത്തെ ഓപ്ഷനിലാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണ് ബുദ്ധിമുട്ടെന്നാൽ നമ്മുടെ സ്ക്രീൻ ഓഫ് ആകുന്ന സമയത്ത് ആപ്ലിക്കേഷനും ഓഫ് ആകുന്നതാണ്. ഓക്കെ, ശേഷം നിങ്ങൾക്ക് ഒരു പെർമിഷൻ കൂടി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ എസ് എന്ന് പറയുന്ന ബട്ടണിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ ഓവർ അതർ ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്കാണ് പോവുക. ഇതിനകത്ത് നിന്ന് ഈ ആപ്ലിക്കേഷൻ കണ്ടെത്തിയിട്ട് അതിൻ്റെ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കും. സാംസങ് ഫോൺ ആണെങ്കിൽ ഇവിടെ തന്നെ ബട്ടൺ ഉണ്ടാവും ഓപ്പൺ ചെയ്യേണ്ടത്. മറ്റുള്ള ഫോൺ ആണെങ്കിൽ ആ ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അകത്ത് നിന്ന് വേണം ബട്ടൺ ഓപ്പൺ ചെയ്യാൻ. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുകയുള്ളൂ. ഫോൺ രണ്ട് തരത്തിൽ ഷെയ്ക്ക് ചെയ്യുന്ന സമയത്താണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുക. അത് നിങ്ങൾക്ക് സ്ക്രീനിൽ വ്യക്തമായി കാണാം, മുകളിലും താഴെയായിട്ട്. ഇതുപോലെ ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനാണോ സെലക്ട് ചെയ്യുന്നത് അത് ഓപ്പൺ ആകുന്നതാണ്. ആദ്യത്തേത് ക്യാമറ ഓൾറെഡി സെലക്റ്റഡ് ആണ്. ഇനി നമുക്കത് മാറ്റണമെങ്കിൽ അതിൻ്റെ ഓപ്ഷനിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിൽ കിടക്കുന്ന മറ്റേതെങ്കിലും ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ എനിക്ക് ആദ്യത്തേത് ക്യാമറയാണ് വേണ്ടത്, അതുകൊണ്ട് ഞാൻ ക്യാമറ തന്നെ സെലക്ട് ചെയ്യുകയാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷനിൽ നമുക്ക് എന്തെങ്കിലും സെറ്റിങ്സോ ആപ്ലിക്കേഷനോ എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് താഴെ തന്നെ ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ എന്തൊക്കെ ആപ്ലിക്കേഷൻ ഉണ്ട്, എന്തൊക്കെ സെറ്റിങ്സ് ഉണ്ട്, അതൊക്കെ ഇതുപോലെ ഓപ്പൺ ആയി കിട്ടുന്നതാണ്. ഇതിൽ എന്താണ് വേണ്ടത് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തത് നിങ്ങൾക്ക് കാണാം. ഇതുപോലെ തന്നെ നമുക്ക് ഗൂഗിൾ പേയോ മറ്റേ ആപ്ലിക്കേഷനൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ടോർച്ച് ലൈറ്റാണ് സെറ്റ് ചെയ്യുന്നത്. ഇത് രണ്ടുമാണ് എനിക്ക് വളരെ പെട്ടെന്ന് ഓപ്പൺ ചെയ്യാൻ ആവശ്യമുള്ളത്. പിന്നെ ആപ്ലിക്കേഷൻ എക്സിറ്റ് പോരുത്, മിനിമൈസ് ചെയ്യാനേ പാടുള്ളൂ. ഇനി ഇങ്ങനെയാണ് ഞാൻ ഷെയ്ക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കാണാം വളരെ പെട്ടെന്ന് എനിക്ക് ക്യാമറ ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ക്യാമറ ഒന്ന് എക്സിറ്റ് പോയിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ കാണിച്ചു തരാം. ഇനി ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കാണാം ടോർച്ച് ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഒന്നുകൂടി ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോർച്ച് ലൈറ്റ് ഓഫ് ആവുകയും ചെയ്യും. നമുക്കിതുപോലെ വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ ഷെയ്ക്ക് ചെയ്യുന്ന ഓപ്ഷൻ ഒന്ന് പഠിച്ചാൽ മതി. രണ്ട് തരത്തിലാണ് ഷെയ്ക്ക് ചെയ്യേണ്ടത്. അത് ആദ്യം ഒന്ന് കൺട്രോൾ ചെയ്യാൻ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടും. പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിത് പഠിക്കുന്നതോടെ നമുക്ക് വളരെ പെട്ടെന്ന് ഏത് ആംഗിളിൽ ചെയ്താലാണ് ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുക അല്ലെങ്കിൽ സെറ്റിങ്സ് ഓപ്പൺ ആകുക എന്നൊക്കെ നമുക്ക് തിരിച്ചറിയുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളിതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.